You are watching TV Next. സത്യത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. ഒരു പത്രപ്രവർത്തകരും നിയമസഭാ സാമാജികരും ആ മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പങ്കാളികളാകും. അപ്പം വേൾഡ് കപ്പിൻ്റെ ആരവം മനോഹരമായി ഉയർന്നു വന്നിരിക്കുന്ന സന്ദർഭം. ഈ ഉയർന്നു വന്ന സന്ദർഭത്തിൽ കളിയുടെ ലഹരി, സിന്തറ്റിക് ലഹരിക്കെതിരായി കളിയുടെ ലഹരി ചെറുപ്പത്തിലേക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റിയൊരു സമയം. ഈ സമയം നല്ലപോലെ വിനിയോഗിക്കാൻ പത്രപ്രവർത്തകരും നിയമസഭയും സ്പീക്കറും എല്ലാവരും കൂടെ എടുത്ത ഈ തീരുമാനം, അതിൽ ഓക്സിജൻ കപ്പ് വലിയൊരു പങ്കാളിത്തം വഹിച്ചു. തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു അനുഭവം. ചെറുപ്പം ലഹരിയിലേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യം എല്ലായിടത്തും ഫുട്ബോൾ അതിനു വേണ്ടിയിട്ടുള്ള ആരവം, അതിനു വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം, കളിയാണ് ലഹരി. അതിലൂടെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, കൃഷിയും കൂടിയാണ് ലഹരി. നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമെമ്പാടും ഈ ഒരു ഫുട്ബോളിൻ്റെ മാസ്മരികമായിട്ടൊരു വലയത്തിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ MLA-മാരും അതുപോലെ തന്നെ പ്രസിഡന്റ് ഭാരവാഹികളും തമ്മിൽ നടത്തുന്ന മത്സരം നമ്മുടെ സമൂഹത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം ഒരു ലഹരിയാണ്. അതുപോലെ തന്നെ തരത്തിലുള്ള അത് സമൂഹത്തെ തന്നെ കാർന്നു തരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെതിരെ നമ്മുടെ സർക്കാർ വളരെ ശക്തമായിട്ടുള്ള പദ്ധതികളുമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു മത്സരം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ സന്തോഷം. അത് കാണാൻ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം. എന്താ പറയുക, മാഫിയയുടെ തായ്വേരറുക്കുന്ന തരത്തിലുള്ള അതിൻ്റെ ആഴങ്ങളിലേക്ക്, വേരുകളിലേക്ക് പോയിക്കൊണ്ടുള്ള നടപടികൾ ഒരു ഭാഗത്തുണ്ടാകും. അതോടൊപ്പം എല്ലാവരെയും ഇതിൻ്റെ ഭാഗമാക്കും. അതിന് വിപുലമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, അത് ഈ പറയുന്ന ഫുട്ബോളിൻ്റെ കൂടി ഈ പശ്ചാത്തലത്തിൽ ഫുട്ബോളിനെ ഒരു ലഹരിയായി സ്വീകരിക്കുന്നവരാണല്ലോ മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോളിൻ്റെ ലഹരിയാണ്, അല്ലെങ്കിൽ കളിയുടെ ലഹരിയാണ്, സംഗീതത്തിൻ്റെ ലഹരിയാണ്, സാഹിത്യത്തിൻ്റെ ലഹരിയാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ഇത് മാറുകയാണ്. ഈ നല്ല ഒക്കേഷനെ നമ്മൾ വലിയൊരു സാമൂഹ്യ ദൗത്യത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. വളരെ ആവേശത്തോടു കൂടിയാണ് നിയമസഭാ സാമാജികരും പത്ര മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ടർഫിൽ ഈ ടൂർണമെൻ്റ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും വലിയ പങ്കാളിത്തമുണ്ട്. തീർച്ചയായും ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിന് തുടക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയും. സ്പോർട്സാണ് ലഹരി, ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും വലിയ പങ്കാളിത്തത്തോടുകൂടി നടക്കുമ്പോൾ വലിയ ആവേശമായി ഇത് മാറട്ടെ. തീർച്ചയായിട്ടും ഇപ്പോൾ ലോകം മൊത്തം വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ്. അപ്പോൾ സമുചിതമായ ഒരു തീരുമാനം മാത്രമല്ല, ഈ ഫിഫയുടെ ഭാഗമായിട്ട് ഡ്രഗ്സിനെതിരെ ഒരു പ്രചരണം കൂടിയാണ്. തീർച്ചയായിട്ടും ലഹരി. അപ്പോൾ ഇത് രണ്ട് ടീം പ്രതിഭാഗമായിട്ട് ബ്രസീൽ, അർജന്റീന. വ്യക്തിപരമായിട്ട് എൻ്റെ ഫേവറേറ്റ് ടീം നെതർലൻഡ്സാണ്. കേരളത്തിൽ അധികം ആരാധനയില്ലാത്തൊരു ടീമാണ്. നല്ലൊരു ഇനിഷ്യേറ്റീവ്. വേൾഡ് കപ്പിന്റെ ഈ മുഹൂർത്തത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന മനോഹരമായ സന്ദേശം കേരളത്തിലെ ചെറുപ്പക്കാരിലേക്ക് പകരാൻ ഓക്സിജൻ കപ്പുമായി കടന്നു വന്നിട്ടുള്ളത്. ഓക്സിജന്റെ ആളുകളെയും നിയമസഭാ സ്പീക്കറെയും സാമാജികരെയും പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. തീർച്ചയായും ഏറ്റവും നല്ല മത്സരത്തിന് കാതോർക്കുക നമ്മൾ
ഏറ്റവും നല്ല 2 ടീമുകൾ അവിസ്മരണീയമായി മാറ്റിവെക്കുന്ന ഉജ്ജ്വല മുഹൂർത്തത്തിന് നമുക്കിനി സാക്ഷ്യം വയ്ക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.